അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ തായിഫിൽ മുന്തിരിയുടെ വിളവെടുപ്പിൻ്റെ കാലമാണ്. ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റോട് കൂടി എന്ത് ചെയ്യും, മുന്തിരിയുടെ വിളവെടുപ്പിൻ്റെ സമയമായി. ഞങ്ങളിപ്പോൾ ഉള്ളത് മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തിലാണ്. തായിഫിലെ സൂഖ് ബലദിലെ ടൗണിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ മാറിയിട്ട് ബനി സായിദിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം ഞാൻ മെൻഷൻ ചെയ്യാം. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലം ഈ തോട്ടത്തിൻ്റെ, ഈ മസ്റൻ്റെ തന്നെ വീഡിയോ ഞാൻ ചെയ്തു. ആ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിലുണ്ടായൊരു സംഭവം, ഇവർ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന, ഈ തൂങ്ങി കിടക്കുന്ന, ഈ പഴുത്ത് കിടക്കുന്ന, പിന്നെ പറിക്കാത്ത മുന്തിരികൾ പറിക്കാനുള്ള അനുവാദം ഇവർ തരുന്നില്ല. ഇവർ കയറാനൊരു 10 റിയാൽ വാങ്ങുന്നുണ്ട്, ഫീസ് ഉണ്ട് ഇവിടെ 10 റിയാൽ. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് കാണാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അനുവാദം മാത്രമേ തരുന്നുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് ഗോഡൗണിൽ നിന്ന് വാങ്ങാം. കഴിഞ്ഞ കൊല്ലം ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ, കുറച്ച് ആൾക്കാർ വന്ന കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ പിന്നെ അകത്ത് കയറിയിട്ട് കീസും മറ്റുള്ള കുറച്ച് കർട്ടൂണൊക്കെ ആയിട്ട് ഇവരെ കാണാതെ, തോട്ടത്തിൻ്റെ ഉടമ കാണാതെ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് പറിച്ചാണ്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അത് ആ തോട്ടമ്മ കണ്ടിട്ട് അയാൾ ചൂടായിട്ട് അവർ തമ്മിൽ എന്തോ വാക്ക് തർക്കമൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ വന്നിട്ടുള്ള ഒരാളെയും ഇങ്ങോട്ട് കയറാൻ സമ്മതിച്ചില്ല. തായിഫിലെ കുറച്ച് ഉള്ളേരിയാണിത്. അതുകൊണ്ട് തന്നെ ബതുക്കളെ, അത് ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ സ്വഭാവത്തിലും അങ്ങനെ ഒരു ചോയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എഹ്തിറാം, ബഹുമാനം എന്നുള്ള സംഗതി നല്ലോണം കൊടുക്കണം. നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവർ തിരിച്ചു തരും. നേരെ മറിച്ച് നമ്മളും തിരിച്ചാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ. ഞാൻ ഇത്രയും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, വരാൻ തന്നെയാണ്. ധൈര്യമായിട്ട് വന്നോളി. ഞാനിപ്പോൾ ഈ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ തോട്ടത്തിൻ്റെ ഉടമയായിട്ട് സംസാരിച്ചിട്ട് ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ആൾ നല്ല കമ്പനിയാണ്. ആൾ പറഞ്ഞത് ഫ്രണ്ട്സിന് മറ്റുള്ള ആൾക്കാരൊക്കെ അയച്ച ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജൂലൈ ലാസ്റ്റ് മുതൽ സെപ്റ്റംബർ അവസാനം വരെയാണ്. ഒക്ടോബർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്തിനുള്ളിൽ വരണേ. സൗദികൾക്ക് പൊതുവേ കേരളക്കാരെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പ്രവൃത്തി കാരണം നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാനുള്ള ഒരു കാഴ്ച കൂടി ബ്ലോക്കായി പോവാണ്. ഇതാണ് ഈ തോട്ടത്തിൻ്റെ ഉടമ അബു ഖാലിദ് ഉത്തൈബി. ഇവരുണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ ഇവരെ പണിക്കാരുണ്ടാവും. വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10 റിയാൽ ടിക്കറ്റ് ഉണ്ട്. മാത്രമല്ല അത് പറിക്കരുത്. പ്രത്യേകം മൂപ്പര് പറഞ്ഞാണ്. ഞാനും പറയണത് എന്തിനാ വെച്ചാൽ, ബാക്കിയുള്ളവർക്കും പാടെ കാണാനുള്ള വഴി നിങ്ങൾ അടക്കരുത്. ഇൻഷാ അല്ലാഹ് മൂപ്പര് ഭയങ്കര പിന്നെ ബഹുമാനത്തോടു കൂടി ഭയങ്കര ഈ ആതിഥ്യ മര്യാദ എന്നുള്ളത്, ആതിഥ്യ മര്യാദ നല്ല പിന്നെ ചായയും വെള്ളമൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഭയങ്കര വർത്താനം കൂട്ടാണ് ആള്. പക്ഷെ ഇടഞ്ഞാൽ അതേമാതിരി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് കാണാം.